കഴിഞ്ഞ ജൂൺ മാസത്തിൽ എനിക്ക് 50 വയസ്സ് തികഞ്ഞു. എൻ്റെ 50ാം ബർത്ത്ഡേയുടെ കീ ഹൈലൈറ്റ് ആയിരുന്ന ഇവൻ്റ് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടുകാർ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകാരാണ്. ഇവരെൻ്റെ 5ാമത്തെ വയസ്സിനും 15ാമത്തെ വയസ്സിനും ഇടയിൽ ഞാൻ ശേഖരിച്ച കൂട്ടുകാരാണ്. എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ കൂട്ടുകാർ. അവർ എൻ്റെ 50ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസ് ചെയ്ത ഈ കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പഴയകാല മെമ്മറികൾ അയവിറക്കുന്നതിന് ഒരു നല്ല അവസരമായി ഉപയോഗിച്ചു. പല കൂട്ടുകാരും പാട്ടുകൾ പാടി, പഴയ കഥകൾ പറഞ്ഞു. ബാക്കിയുള്ളവർ വളരെ നല്ല അറ്റൻഷനോടുകൂടി ആ കഥകൾ കേട്ടിരുന്നു. കൂട്ടുകാർ അവരുടെ ഫാമിലിയുമായി ആണ് എൻ്റെ വീട്ടിൽ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി വന്നത്. ഈ കൂട്ടായ്മയുടെ ഇടയിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു വളരെ നല്ല ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കുകയുണ്ടായി. ആ ഗാനം എന്നെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ പ്രചോദിപ്പിച്ചു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമ്മൾ ശരിക്കും നന്ദിയുള്ളവരായി മാറുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആലോചിക്കുന്നത്. എന്താണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം അവർ ലൈഫ്സ്. നന്ദിയുള്ളവരായിരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ആറ്റിറ്റ്യൂഡ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളെയും നമ്മൾക്കുള്ള ഗുണങ്ങളെയും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണമാണ്. നമുക്കുള്ളത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ളത്, നമ്മുടെ കൂട്ടുകാരിലുള്ളത്, നമ്മുടെ കുടുംബങ്ങളിലുള്ളത്, എല്ലാവരിലും നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകളെ നമുക്ക് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രത്യേക മനോഭാവമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഇന്ന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള 3 ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 1, ഇത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോട് നന്ദി പ്രകടിപ്പിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എപ്പോഴും പോസിറ്റീവായിരിക്കും. നിങ്ങൾ ഈ ഇമോഷൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു നല്ല കാര്യത്തിനായി അവരെ വിളിച്ച് ഫോണിൽ അവരോട് വളരെ ജെന്യുവിനായിട്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ച് അപ്രീസിയേഷൻ പ്രകടിപ്പിക്കുക. അതിനുശേഷം നിങ്ങളിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ് ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൂഡ് ഒരു പോസിറ്റീവ് മൂവിലോട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഈ പോസിറ്റീവ് മൂഡ് മാറ്റുന്നതിലൂടെ നമ്മുടെ മാനസിക ആരോഗ്യസ്ഥിതിക്കുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതില്ലല്ലോ. നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെയും നന്ദി റിസീവ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ മാനസിക ആരോഗ്യത്തിനുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരായിരിക്കുന്നതിലൂടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരായി മാറുവാനായിട്ട് നമുക്ക് കഴിയണം. 2, ഇത് സാമൂഹിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു. നന്ദിയുള്ളവരായിരിക്കുന്നതിലൂടെ നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായിട്ടാണ് സയൻറ്റിഫിക് റിസർച്ചുകൾ കാണിക്കുന്നത്.
നമുക്ക് ഇത് നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് തെറ്റിദ്ധാരണകളുള്ള സാധ്യതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. അതിനുശേഷം ആ വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാലത്തേക്ക് നമുക്ക് നല്ലത് മാത്രം പറയാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കുറച്ച് സമയത്തേക്ക് ആ വ്യക്തി നമുക്കായി ചെയ്തു തന്നിട്ടുള്ള പല നല്ല കാര്യങ്ങളെയും പീരിയോഡിക്കായിട്ട് കുറച്ച് സമയത്തേക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ഒരു കുറഞ്ഞ കാലഘട്ടത്തിന് ശേഷം ആ വ്യക്തിയും നമ്മളും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരായിരിക്കും നമ്മുടെ കൂട്ടായ്മകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നത്. നമുക്കും ഇതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാകാം. അതിലൂടെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. മൂന്നാമതായി, ഇത് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിനും ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുള്ളവരായിരിക്കുവാനും നമ്മളെ സഹായിക്കുന്നു. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ വ്യക്തികളുണ്ടെങ്കിലും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് അവരുടെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാനായിട്ട് അവർക്ക് സഹായം നൽകുന്നത്. എന്നിലും അനുഗ്രഹങ്ങൾ കുറഞ്ഞ പല വ്യക്തികളും എന്നിലും സന്തോഷവാന്മാരായി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പല സമയങ്ങളിലും ചിന്തിച്ചിട്ടുമുണ്ട്. പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം അവർക്ക് കിട്ടിയിട്ടുള്ള ചില ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തരായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗുണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സംതൃപ്തരുള്ളവരായി മാറാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് മറന്നു പോകുന്നത്? ഇതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരക്കിനും ബാക്കിയുള്ള ആക്ടിവിറ്റീസിനും ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്നു മുതൽ എല്ലാ ദിവസവും ദിവസത്തിൻ്റെ തുടക്കത്തിലാകാം, മധ്യത്തിലാകാം, അല്ലെങ്കിൽ അവസാനത്തിലാകാം, ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് ആ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും, ദൈവത്തിൽ നിന്നാകാം, നമ്മുടെ കൂട്ടുകാരിൽ നിന്നാകാം, നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമുക്ക് ആ ദിവസം കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. രണ്ടാമതായി, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൽ കൂടുതലായിട്ട് ആ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്ന വ്യക്തികളെ, സ്ഥാപനങ്ങളെ, ഈവൻ ദൈവത്തിനെ, ആ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയുവാനും കൂടി കുറച്ച് സമയം കണ്ടെത്താം. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓപ്പണായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തികളായി മാറാം. ഈ പ്രാക്ടീസിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കാം.